Okay. Okay. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എവിടം വരെയാ പറഞ്ഞു നിർത്തിയത്? പേജ് ഫാക്ടർ പറഞ്ഞു നമ്മൾ. പേജ് ഫാക്ടർ നമ്മൾ ഏതുവരെയാ ചെയ്തേ? എന്താണ്? പേജ് ഫാക്ടർ എത്ര ടെസ്റ്റ് കേസിൽ എഴുതിയായിരുന്നു നമ്മള്? എല്ലാത്തിലും എഴുതാൻ പറഞ്ഞു. എല്ലാത്തിലും എഴുതിയായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എക്സിക്യൂട്ട് ചെയ്തിട്ട്? ഇല്ല. ഓക്കെ. കൃഷ്ണകുമാർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോടാ? അഖിലേന്ദു, അനഘ? എനിക്ക് അഡ്മിനിൽ മാത്രം പ്രശ്നമാണ്. ഒന്ന് ഷെയർ ചെയ്യോടെ സ്ക്രീന്? നോക്കാം നമുക്ക്. ഓക്കെ. എന്താണ് ഇഷ്യൂ നോക്കട്ടെ. എറർ ആണല്ലേ? അത് ഇൻഡന്റേഷൻ എറർ ആണെന്ന് തോന്നുന്നടാ. കോഡ് എടുത്തേ. ആ അഡ്മിൻ അണ്ടർസ്കോർ പേജിനോടൊന്ന് സ്പേസ് അടിച്ച് അല്ലെങ്കിൽ ഒരു ടാബ് അടിച്ച് സ്പേസ് അതേപോലെ അഡ്മിൻ അണ്ടർസ്കോർ പേജിന് അടിച്ച് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കി അതിന്. എവിടെ വെച്ചിട്ട് ഫെയിൽ ആയത് നോക്കട്ടെ. അഡ്മിൻ പേജ് എടുത്തേടാ. എനിക്കാണെങ്കിൽ ഇതിൽ എല്ലാ ഒന്നില് ആക്കാൻ നോക്കിയിട്ട് എനിക്ക് എറർ അടിച്ചു. മുകളിലേക്ക് പോയിക്കേ. ഒരു മിനിറ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് പോയിക്കേ. അഡ്മിൻ പേജ് 1 അഡ്മിൻ പേജ് 2 എന്തിനാ? അല്ല, എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കി. അതായത് അങ്ങനെ എഴുതരുത്. അങ്ങനെ സിംഗിൾ ക്ലാസ് എഴുതുക. ഒറ്റ ടെസ്റ്റ് ജസ്റ്റ് അഡ്മിൻ എന്ന് ഒറ്റ പേജ്. അവിടെ പേജ് 1 പേജ് 2 ഒന്നും വേണ്ട. അതെന്തിനാ? അഡ്മിൻ അണ്ടർസ്കോർ പേജ് ഒറ്റ ഒരു പേജ്. കറക്റ്റ് ചെയ്തേടാ. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. പേജ് ക്ലാസ് ആയാലും ടെസ്റ്റ് ക്ലാസ് ആയാലും ശരി, ഒറ്റൊരു ക്ലാസ്സേ ക്രിയേറ്റ് ചെയ്യാവൂ ഒരു PY ഫയലില്. മൾട്ടിപ്പിൾ PY ഫയൽസ് എഴുതാം എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യും, പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക്. നമ്പർ ഓഫ് ലൈൻസും വെറുതെ കോംപ്ലക്സിറ്റി എന്തിനാ കൂട്ടുന്നേ? അതായത് അഡ്മിൻ അണ്ടർസ്കോർ പേജ് 1 ആണോ? അല്ല, അഡ്മിൻ അണ്ടർസ്കോർ പേജ് എന്ന് മാത്രമാക്കിയ 1 2 ഒന്നും വേണ്ട. സേവ് ചെയ്യൂ. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നിട്ട് ഇവിടെ നീ കറക്ഷൻ ഉണ്ടോ നോക്കൂ. അഡ്മിൻ പേജ് 2 എവിടെയാക്കണമെന്ന് നോക്കൂ. അതാ താഴെ എറേഴ്സ് ഉണ്ടാവും. എറർ ഉണ്ടടാ, അതിലുണ്ട്. എക്സിക്യൂട്ട് ചെയ്യാൻ വരട്ടെ. എറർ നമുക്ക് റിസോൾവ് ചെയ്യണം. അത് എൻ്റെ റിമൂവ് യു. യെസ്, എക്സിക്യൂട്ട് ചെയ്യും ഒരു വട്ടം കൂടി ഫയല്. ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യും. യൂസർ നെയിം പാസ്വേഡ് ഒന്നും എൻ്റർ ആവുന്നില്ല. കോഡ് എടുക്കൂ.
അഡ്മിൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ 1 സെക്കൻഡ് അഡ്മിൻ ഐക്കൺ വരെ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് കോഡ് ഒന്ന് ചെക്ക് ചെയ്യട്ടെടാ, ഹോൾഡ് ചെയ്യണേ. അതിൽ അഡ്മിൻ അണ്ടർസ്കോർ പേജ് ഡോട്ട് യൂസർ നെയിമിൽ എന്താ ചെയ്യുന്നേ? ആ കോഡ് എടുത്ത അഡ്മിൻ പേജില് ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് കൺസ്ട്രക്ടറിൽ കൊടുത്തിരിക്കുന്നേ? ഇവിടെ കൊടുക്കാം. നടക്കങ്ങോട്ട്. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെസ്റ്റിലാണോ എഴുതുക കൃഷ്ണകുമാർ? എന്താ ചെയ്യുന്നേ? മിസ്റ്റേക്ക് ഇല്ലേ? സ്റ്റോപ്പ് ചെയ്യൂ. എന്റെ യൂസർ നെയിം അണ്ടർസ്കോർ വാല്യൂ എൻ്റർ ആവുന്നുണ്ട്. ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് എന്തിനാ 21 22 കൊടുത്തിരിക്കുന്നേ? അത് റിമൂവ് ചെയ്യൂ. അവിടുന്ന് സെൻഡ് അണ്ടർസ്കോർ കീസ് റിമൂവ് ചെയ്യൂ. നെക്സ്റ്റ് അവിടെ വെയിറ്റ് ടെസ്റ്റിലേക്ക് തന്നെ പോവൂ. ഇനി പേജിലേക്ക് വരാം. അവിടെ ഞാൻ ഡോട്ട് സെൻഡ് കീസ് റിമൂവ് ചെയ്യൂ. കൺസ്ട്രക്ടറിൽ ഒരിക്കലും വെബ് എലമെന്റ് കമാൻഡ്സ് ഒന്നും യൂസ് ചെയ്യരുത്. കൺസ്ട്രക്ടറിൽ അത് എന്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ? പാത്ത് അല്ലെങ്കിൽ ലൊക്കേറ്റേഴ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിന് ഇവിടെയല്ല, പേജിലാണ്. അഡ്മിൻ പേജിലേക്ക് തന്നെ വരൂ. ഇവിടെയല്ല കൃഷ്ണകുമാർ. Ctrl Z അടിക്കൂ. ടെസ്റ്റിൽ വന്ന് Ctrl Z അടിക്കൂ. അഡ്മിൻ പേജ് എടുക്കൂ. യൂസർ അണ്ടർസ്കോർ സിപ്പിനെ എവിടെയാ യൂസ് ചെയ്തിരിക്കുന്നത്? യൂസർ നെയിം അവിടെയല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 16 ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് എന്ന് പറഞ്ഞു കൊടുക്കൂ. നെക്സ്റ്റ് ലൈനിലല്ല. ആൻഡ് കൺസ്ട്രക്ടറിൽ നിന്ന് ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് റിമൂവ് ചെയ്യൂ. ഫസ്റ്റേ പറഞ്ഞതാണ് അല്ലേ, കൺസ്ട്രക്ടറിൽ എന്ത് മാത്രം വെക്കാനാ പറഞ്ഞത്? എക്സിക്യൂട്ട് ചെയ്യുവനെ. എൻ്റെ ഒരു പാസ്സായി നോക്കട്ടെ. ക്ലോസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യൂ. ഇത്ര വേഗം എക്സിക്യൂട്ട് ആകത്തില്ലല്ലോ. അൺഫെയിൽഡ്. എന്താ കാരണം? ടൈല് ക്ലിക്കായില്ല. ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിനിൽ അവിടെ എന്തിനാ പിന്നെ ആ കോഡ് കൊടുക്കുന്നത്? ടെസ്റ്റ് അണ്ടർസ്കോർ അഡ്മിൻ എടുക്കൂ. അവിടെ എന്തിനാ പിന്നെ ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എഴുതിയിരിക്കുന്നത്? അത് പറയൂ ഫസ്റ്റ്. അല്ല, എന്റെ ആവശ്യമുണ്ടോ? ആ അഡ്മിൻ ടൈലിന്റെ കോഡ് നമുക്ക് എവിടെ എഴുതേണ്ടത്?
അഡ്മിൻ ഐക്കൺ സിപ്പ് എന്നിട്ടുള്ള കോഡ് അവിടെ കിടക്കുന്നുണ്ട്. അത് ഏതാ കോഡ്? ആ കോഡ് ഒന്ന് ചെക്ക് ചെയ്യൂ. അഡ്മിൻ ടൈലിന്റെ കോഡ് മാത്രം എടുക്കൂ കൃഷ്ണകുമാർ. ഇതാണ്. അഡ്മിൻ ടൈലിന്റെ ഏതാണ് ഏത് എച്ച്പാതാ യൂസ് ചെയ്തിരിക്കുന്നത്? href ആണോ അതോ ക്ലാസ് ഈക്വൽ സ്മോൾ വേർഡ്സ് ഫൂട്ടർ ആണോ? ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്ത് റിസോൾവ് ആയായിരുന്നോ സിംഗിൾ എലമെന്റ് ആയിട്ട്? ഒന്ന് കൊടുത്തേ, ആ എച്ച് പാത്ത് ഒന്ന് അതിൽ കൊടുത്തേ. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്താലും മതി. പക്ഷേ അഡ്മിൻ അണ്ടർസ്കോർ ഐക്കൺ എന്നിട്ട് കൊടുത്താലും മതി, പ്രശ്നമില്ല. അഡ്മിൻ പേജ് ആണോ അഡ്മിൻ അണ്ടർസ്കോർ പേജ് ആണോ? എക്സിക്യൂട്ട് ചെയ്യുവേ, എക്സിക്യൂട്ട് ചെയ്യടാ. ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യൂ. ഇത് ഞാൻ മെൻഷൻ ചെയ്തില്ല. എടാ ഒരു സെക്കൻഡ്, ഇത് ഏതാ ടെസ്റ്റ് കേസ്? യൂസർ ക്രിയേഷൻ ആണോ? യൂസർ ക്രിയേഷനിൽ എങ്ങനെ സെർച്ച് വരിക? ഓക്കെ, അവിടെ വരെ എത്തി. ഇനി അത് ന്യൂ ക്ലിക്ക് ചെയ്യാനുള്ള കോഡ് ഏതാ അഡ്മിൻ പേജില്? അത് മെൻഷൻ ചെയ്തില്ല. എന്താ വേണ്ടേ? എടാ അതില് മറ്റേ BTN -ഡേഞ്ചർ അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ അഡ്മിൻ പേജിന്റെ കൺസ്ട്രക്ടർ ഓൾറെഡി. അത് എടുത്തേ. അതാ കിടക്കുന്ന ജസ്റ്റ് എക്സ്പാത്ത് എടുത്ത് ചെക്ക് ചെയ്യൂ അത് ഏതാ വരുന്നത്. ആ എക്സ്പാത്ത് എടുത്തൊന്ന് സെർച്ച് ചെയ്യൂ. അത് ന്യൂ ബട്ടൺ ആണോ സെർച്ച് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നെയിമിംഗ് കൺവെൻഷനിൽ കൊടുക്കുമ്പോൾ അത് കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കൂന്ന്. സോ ദാറ്റ് അത് ഈസിലി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എന്താ പ്രശ്നം? എന്താ വേണ്ടത് ഞാൻ പറ. ഇവിടെ അല്ല, മാനേജ് അഡ്മിൻ ക്ലിക്ക് ചെയ്യൂ. ഇനി അവിടെ റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട് ചെയ്ത് ഇത് ഏതാന്ന് ചെക്ക് ചെയ്യുമെന്ന്.
അല്ലേ? അപ്പൊ അവിടെ കൊടുത്ത നെയിമിന്റെ പ്രശ്നമാണ്. തുടക്കത്തിലേ പറയുന്നതല്ലേ കൃഷ്ണകുമാർ, നെയിം കൊടുക്കുമ്പോ പ്രോപ്പർലി കൊടുക്കണം എന്നുള്ള കാര്യം. അഡ്മിൻ അണ്ടർ സെർച്ച് ഐക്കൺ മാറ്റിട്ട് ന്യൂ ഐക്കൺ എന്നാക്കൂ. എത്ര തവണ സെയിം കോഡ് റിപ്പീറ്റ് ചെയ്യും? 10/14 ഒഴിവാക്കൂ. എന്നിട്ട് സെർച്ചിന്റെ ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെർച്ചിന്റെ വേറെ ഐക്കണല്ലേ വരുന്നത്? ഒരു എക്സ്പാത്ത് വെച്ചിട്ട് ഒരെണ്ണല്ലേ ലൊക്കേറ്റ് ആവത്തുള്ളൂ ഓക്കെ അല്ലേ? ഒരു എക്സ്പാത്ത് വെച്ച് ഒരെണ്ണല്ലേ ലൊക്കേറ്റ് ആവുള്ളൂ. അത് ഓൾറെഡി ലൊക്കേറ്റ് ആയില്ലേ? അഡ്മിൻ പേജ് എടുക്കൂ. ന്യൂ എടുക്കൂ കൃഷ്ണകുമാർ. ന്യൂ ക്ലിക്ക് ചെയ്യൂ. ന്യൂവിന്റെ എക്സ്പാത്ത് ഏതാണ്? അതിന് അഡ്മിൻ അണ്ടർസ്കോർ ന്യൂ അണ്ടർസ്കോർ ഐക്കൺ എവിടെയാ യൂസ് ചെയ്യുക? ഞാൻ അടുക്കളയിലാണ്. അഡ്മിൻ ഡയറി ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആ ന്യൂ അല്ലേ? അപ്പൊ അഡ്മിൻ അണ്ടർസ്കോർ ഐക്കൺ കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്ത് കോഡാ വരുക. ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്. അഡ്മിൻ അണ്ടർസ്കോർ ന്യൂ അണ്ടർസ്കോർ ഐക്കൺ. അത് ഓർഡർ എങ്ങനെയാലും കുഴപ്പമില്ല. അഡ്മിൻ അണ്ടർസ്കോർ ന്യൂ അണ്ടർസ്കോർ ഐക്കൺ. സേവ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഏത് സ്റ്റെപ്പ് ഫെയിൽ ആവുന്നെന്ന് നോക്കൂ. എന്നിട്ട് ടെസ്റ്റ് ക്ലാസ് എടുക്കൂ. ടെസ്റ്റ് അഡ്മിൻ എടുക്കൂ. ശ്രദ്ധിക്കാതെ ചെയ്തിട്ടാണ് ഈ മിസ്റ്റേക്സ് വരുന്നത്. അഡ്മിൻ അണ്ടർസ്കോർ ഐക്കണിൽ എറർ അടിക്കുന്നുണ്ട്. കുട്ടപ്പന്റെ അടുത്ത് ഈ മേത്തല നന്ദൂര് നമ്പർ ഒന്ന് വാങ്ങണം. നന്ദൂരെ വിളിച്ചിട്ടില്ല. കുട്ടപ്പനെ വരെ വിളിച്ചിട്ട് നന്ദൂരെ വിളിച്ചില്ല. കുട്ടപ്പന് വേറെ പല കാര്യങ്ങളും
ഒരു അഡ്മിൻ പേജ് എടുക്കൂ. അഡ്മിൻ പേജിൽ ടൈല് ക്ലിക്ക് ഈ ഒരു /class equals small underscore bots underscore footer വെച്ചിട്ട് ലൊക്കേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കൂ ഫസ്റ്റ്. അഖിലേന്ദുവിന്റെ കംപ്ലീറ്റ് ആയതാണോടാ പേജ് ഒബ്ജക്ട് മോഡല്? പേജ് ഫാക്ടറി കംപ്ലീറ്റ് ആയതല്ലേ? എക്സിക്യൂട്ട് ആവുന്നുണ്ടല്ലോ. കൃഷ്ണകുമാർ ഒരു കാര്യം ചെയ്യൂ, അഖിലേന്ദുവിന്റെ അടുത്ത് നിന്ന് ചെയ്ത കോഡ് റെഫറൻസ് എടുത്തിട്ട് അതേപോലെ എക്സാക്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, അത് നോക്കിയിട്ട് അതിന്റെ അക്കോർഡിംഗ് ആയിട്ട് കൃഷ്ണകുമാറിന്റെ എല്ലാ ടെസ്റ്റ് കേസസും എനിക്ക് മൺഡേയിലേക്ക് കറക്റ്റ് ചെയ്ത് കാണണം. ഓക്കെ? ബിക്കോസ് നമ്മൾ ഈ പേജ് ഒബ്ജക്ട് മോഡലും കൺസ്ട്രക്ഷൻ പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ? അഖിലേന്ദു കോഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേടാ കൃഷ്ണകുമാറിന്. വേറൊരാൾ സ്ക്രീൻ ഷെയർ ചെയ്യൂ. വേറൊരാൾ സ്ക്രീൻ ഷെയർ ചെയ്തടാ. ഓക്കെ, അവിടെ ഉണ്ടാവും, നോക്കി നോക്ക് പോയിട്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് പ്ലഗിൻസ് നോക്കാം. ഓക്കെ, നമ്മളുടെ ടെസ്റ്റ് ന്യൂസിൽ നമ്മൾ ഏതാ ടെസ്റ്റ് കേസ് ചെയ്തിട്ടുണ്ടായിരുന്നടാ? ഏതിലാണ് നമ്മൾ സെർച്ചിങ്ങിന് ടെസ്റ്റ് കേസ് ചെയ്തിട്ടുള്ളത്? ന്യൂസിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു സിംഗിൾ ടെസ്റ്റ് കേസിൽ തന്നെ മൾട്ടിപ്പിൾ ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിംഗിൾ ടെസ്റ്റ് കേസിനെ മൾട്ടിപ്പിൾ ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരാമീറ്ററൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? എന്തായിരുന്നു? എന്തായിരുന്നു പാരാമീറ്ററൈസേഷൻ? എന്താന്ന് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പാരാമീറ്ററൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വെരിഫൈ സെർച്ചിന് മുകളിലായിട്ട് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ടെസ്റ്റ് ഫംഗ്ഷന് മുകളിൽ ടൈപ്പ് ചെയ്യൂ കേട്ടോ. @pytest dot mark dot parameterize.
ബ്രാക്കറ്റ്സില് പാരാമീറ്ററൈസ്ഡ് ഇല്ലേ, പാരാമീറ്ററൈസ് ZD ആണ് കേട്ടോ, SC അല്ല, പാരാമീറ്ററൈസിന്റെ PRAMA ETR ER ഇല്ല, ETR ചാറ്റിൽ തരാമേ സ്പെല്ലിങ്. 1 സെക്കൻഡ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. പാരാമീറ്ററൈസ് ബ്രാക്കറ്റ്സ് ക്ലോസ്. പാരാമീറ്ററൈസ് ബ്രാക്കറ്റ്സില് ഡബിൾ കോട്ട്സില് ന്യൂസ് എന്ന് കൊടുത്തോളൂ. ന്യൂസ് ഇൻഫോന്നോ ന്യൂസ് ഡാറ്റാന്നോ എന്തെങ്കിലും ഒന്ന് കൊടുത്തോളൂ. കോമ, ഡബിൾ കോട്ട്സ് കഴിഞ്ഞൊരു കോമ ഇടുക. സ്ക്വയർ ബ്രാക്കറ്റ്സില് നിങ്ങൾക്ക് എത്ര വാല്യൂസ് ആണെന്ന് വെച്ചാൽ അതിന്റെ അക്കോർഡിംഗ് പാസ് ചെയ്യാം. നിങ്ങൾക്ക് 2 or 3 റാൻഡം ആയിട്ടുള്ള ന്യൂസ് സെർച്ച് ചെയ്യാം, ഡബിൾ കോട്ട്സിൽ കേട്ടോ. 3 ഡയറക്ട്ലി കൊടുക്കല്ലടാ, സ്ക്വയർ ബ്രാക്കറ്റ്സിലല്ലേ കൊടുക്കണ്ടേ? ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. അത് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഡബിൾ കോട്ട്സിൽ 3 ന്യൂസ്, റാൻഡം ആയിട്ടുള്ള 3 ന്യൂസ് കൊടുത്തോളൂ. 3 എന്ന് ടൈപ്പ് ചെയ്യാനല്ല പറഞ്ഞേ, 3 ന്യൂസ് കോമ സെപ്പറേറ്റ് ചെയ്ത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഓക്കെ, ആ പൈ ടെസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യടാ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേടാ. എന്താ ഫെയിൽ ചെയ്ത് നോക്കട്ടെ. നോ ആർഗ്യുമെന്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, വെരിഫൈ സെർച്ച് കഴിഞ്ഞിട്ട് ബ്രൗസർ ഇൻസ്റ്റൻസ് ഇല്ലേടാ, ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞൊരു കോമ ഇട്ടേ. ബ്രൗസർ ഇൻസ്റ്റൻസ് അവിടെ ഇല്ല, മുകളിൽ പാരാമീറ്റർ ഉണ്ട്. അവിടെ ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞ് കോമ ന്യൂസ് ഇൻഫോ, എന്നിട്ട് താഴേക്ക് വരൂ. ഇതിൽ എവിടെയാ? ഓക്കെ, ഇങ്ങനെയാണല്ലേ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഏതിലാണ് നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ന്യൂസ് സെൻഡ് കീസ് കൊടുത്തിരിക്കുന്നത്? ഇതിൽ ഏത് ഫംഗ്ഷനിലാ? എടാ ഇവിടെ ഇല്ല, ടെസ്റ്റിലല്ല എഴുതാൻ പറഞ്ഞേ. എടാ ടെസ്റ്റിലല്ല എഴുതാൻ പറഞ്ഞേ, ന്യൂസിന്റെ പേജിൽ എഴുതാൻ പറഞ്ഞ. ഇവിടുന്ന് കട്ട് ചെയ്യൂ. അതല്ല എല്ലാം കട്ട് ചെയ്യല്ലേ. @pytest.mark.parameters മാത്രം കട്ട് ചെയ്യോ അവിടുന്ന്. ബ്രൗസർ ഇൻസ്റ്റൻസ് ന്യൂസ് ഇൻഫോ റിമൂവ് ചെയ്തേ. ന്യൂസിന്റെ പേജ് ക്ലാസ് എടുത്തേടാ. One second, hold you. ഓക്കെ, നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കൂ. ടെസ്റ്റ് ന്യൂസിൽ തന്നെ കൊടുക്കൂ. ഞാൻ പറയാം, ടെസ്റ്റ് ന്യൂസിൽ തന്നെ കൊടുത്തോളൂ. Ctrl+Z അടിച്ചിട്ട് ടെസ്റ്റ് ന്യൂസിൽ തന്നെ വെക്കൂ. Ctrl+Z അടിച്ച് അവിടെ വെച്ചോളൂ. ഇനി ഇതിൽ ഏത് ഫംഗ്ഷനിലാണ് നമ്മൾ ന്യൂസ് സെർച്ച് ചെയ്യുന്നത്? ന്യൂസ് ഇൻഫോയിലാണോ? ന്യൂസ് പേജിൽ പോയി ചെക്ക് ചെയ്തേ. ന്യൂസ് പേജിൽ പോയി കേടാ. ന്യൂസ് പേജിൽ എവിടെയാണ് നമ്മൾ സെർച്ചിങ് ചെയ്യുന്നതെന്ന് കാണിച്ചേ. ഏത് ഫംഗ്ഷനിലാന്ന് കാണിച്ചേ.
താഴേക്ക് വന്നേ. ന്യൂസ് സെർച്ച് ചെയ്യുന്നുണ്ടോ? സെർച്ച് ന്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, വെരിഫൈ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ നമ്മള്. അഡ്മിനിലാകെ ഒരു ന്യൂ അഡ്മിൻ ആഡ് ചെയ്തിട്ടില്ലേ? സെർച്ച് ബട്ടൺ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അത് എവിടെയാന്ന് നോക്കൂടാ. .send_keys of welcome എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ന്യൂസ് പേജിലുണ്ടോ? ന്യൂസ് പേജ് ഒന്ന് എടുത്തേ. താഴേക്ക് വരൂ. എവിടെ? അതാ ഇവിടെ ന്യൂസ് ഇൻഫോ തന്നെ. ന്യൂസ് ഇൻഫോക്ക് ഒരു പാരാമീറ്റർ പാസ് ചെയ്യോടാ. സെൽഫ് കഴിഞ്ഞിട്ട് അവിടെയല്ല, ആദ്യം ന്യൂസ് പേജിൽ വന്നിട്ട് സെൽഫ് കഴിഞ്ഞ് ഒരു പാരാമീറ്റർ പാസ് ചെയ്തേ. ന്യൂസ് ഇൻഫോക്ക് സെൽഫ് കഴിഞ്ഞിട്ട് കോമ മെസ്സേജ് ന്യൂസ് ഇൻഫോ എന്നിട്ട് പാസ് ചെയ്ത് അവിടെ വെറുതെ ഒരു പാരാമീറ്റർ മെസ്സേജ്. ഓക്കെ, ഇത് സെൻഡ് കീസ് ഓഫ് മെസ്സേജ് എന്ന് പാസ് ചെയ്തേടാ. ഡബിൾ കോട്ട്സ് അടക്കം റിമൂവ് ചെയ്യാം, മെസ്സേജ് എന്ന് പാസ് ചെയ്യാം. ഇനി ടെസ്റ്റ്__ ന്യൂസ് എടുക്കൂ. ഇപ്പൊ അവിടെ ഒരു എറർ കാണും. കുറച്ച് താഴേക്ക് വന്നിടാ. ന്യൂസ് ഇൻഫോയില് ന്യൂസ് ഇൻഫോ എന്നോട് കൊടുത്തേടാ. ഇനി ഈ വെരിഫൈ സെർച്ചിനെ മാത്രം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യോടാ. എത്ര തവണ എക്സിക്യൂട്ട് ആവുന്നുണ്ട്, എത്ര ടെസ്റ്റ് ഡാറ്റ വെച്ച് എക്സിക്യൂട്ട് ആവുന്നുണ്ടെന്ന് നോക്കൂ കേട്ടോ. ആദ്യം ന്യൂ 1 കണ്ടോ, എക്സിക്യൂട്ട് ആവുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അലീന, അനഘ ആൻഡ് കൃഷ്ണകുമാർ ഓപ്പൺ ചെയ്യുന്നുണ്ടോ? ന്യൂസ് ക്രിയേഷനിലാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. മൂന്ന് വട്ടം ഓപ്പൺ ആവുന്നുണ്ട്, പക്ഷെ എനിക്ക് ടൈപ്പ് എറർ അടിച്ചത്. ടൈപ്പ് എറർ അടിച്ചു നോക്കാമേ. ക്ലോസ് ചെയ്തോടാ. ഓക്കെ, ആഡ് ന്യൂസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി ടെസ്റ്റ് കേസ് ഇസ് ഫൈൻ. എന്താ എറർ അടിച്ചു നോക്കട്ടെ. എന്താ മിസ്റ്റേക്ക്? എടാ ന്യൂസിന്റെ എൻ സ്മോൾ കൊടുത്തേ. അതെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ തന്നെയാണ്, പക്ഷെ ചില സമയത്ത് അത് എക്സിക്യൂട്ട് ആയി സ്മോൾ ലെറ്ററിലായിട്ടാണ് വരുന്നത്. അത് കുഴപ്പമില്ല. അതെങ്ങനെയാ അത് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ URL ഇഷ്യൂ ആടാ. URL ജനറേറ്റ് ആവുന്ന സമയത്ത് ഇഷ്യൂ ആണ്. അസേഷണറി കാര്യാക്കണ്ട. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, വെരിഫൈ സെർച്ച് എന്നല്ലേ നീ എഴുതിക്കുന്നേ. എന്നിട്ടല്ലേ ന്യൂ ബട്ടണാ ചെയ്തിരിക്കുന്നേ. മാറി പേര് മാറി കിടക്കുന്നുണ്ട് ഇവിടെ. അത് ഒരേ ടെസ്റ്റ് കേസിന് എത്ര തവണ എഴുതിയപ്പോ? അല്ലല്ല, ഞാൻ രണ്ടാമത്തത് ചെയ്തില്ലെന്ന് തോന്നുന്നു. സെയിം ആയിട്ട് വിട്ട് നേരത്തെ തന്നെ താഴെയും ചെയ്തേക്കുന്നു. ഓക്കെ, എനിക്ക് ഞാനും വിചാരിച്ചത് എങ്ങനെയാ സെർച്ച് മാറ്റി ചെയ്തു കേട്ടോ. സെർച്ചിനെ മാറ്റി എഴുതിയിട്ട് വേണേ, അല്ലെങ്കിൽ ഒന്ന് മാറ്റി എഴുതണേടാ. മുകളിലെ ടെസ്റ്റ് കേസ് മാറ്റി എഴുതണം കേട്ടോ. അലീന ഷെയർ ചെയ്തേ. ഞാനാണെങ്കിൽ അഖിലേന്ദു കോഡ് ഷെയർ ചെയ്യണ്ട. അഖിലേന്ദു ഇത് കറക്റ്റ് ചെയ്ത് എനിക്ക് മൺഡേ കാണിച്ചു തരണേ. ഓക്കെ, കാണാവോ? കാണാം. എവിടെയാ ടൈപ്പ് എറർ കാണിക്കുന്നത്? ഓക്കെ, പൊസിഷൻ 1 ആർഗ്യുമെന്റ്. ഓക്കെ, ന്യൂസ് പേജ് എടുത്ത് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ടെസ്റ്റ് ന്യൂസ് എടുത്ത് ഹലോ. ഞാൻ നോക്കട്ടെ. കോഡ് കാണിക്കടാ. കോഡ് കാണിച്ചേ. പൈച്ചാമ കാണുന്നില്ല, എനിക്ക് ജിമീറ്റാ കാണുന്നു.
എടാ എനിക്ക് പൈച്ചാമ്പ് ഇപ്പൊ ഓക്കെ പൈച്ചാമ്പ് കാണാം. താഴേക്ക് വന്നേ. താഴേക്ക് പോട്ടെ. എവിടെ സ്റ്റർ അടിക്കുന്നത്? താഴെ ടെസ്റ്റ് ന്യൂസില് എവിടെയാ ഈ ഒരു ലൈൻ നമ്പർ ഏതാന്ന് നോക്കിക്കേ. 138 ലൈൻ നമ്പറിലേക്ക് പോയിക്കേ. 138 ഇതാണോ? 138 ഓക്കെ, അല്ലേ ഇവിടെ അസേർഷൻ ഇതാണ് എഴുതിയേക്കണേ. അതാ അല്ല അതുകൊണ്ട് വരാൻ പാടില്ല. ഒരു മിനിറ്റ്. ഇവിടെ എന്താ ഈ അസേർഷൻ കൊണ്ട് ചെയ്യുന്നേ? ആക്ച്വൽ റിസൾട്ട് എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ ടെക്സ്റ്റിനെയാണ് അല്ലേ? സെർച്ച് ചെയ്ത് കിട്ടിയ റിസൾട്ട് അത് ഓക്കെ. മുകളിൽ സെർച്ച് ചെയ്ത് ഇന്ത്യ 1 T20 വേൾഡ് കപ്പ് എന്നാണോ? ആദ്യം, ഇപ്പൊ മാറ്റി. ആദ്യം നേരെ സെന്റ് കീസിലോട്ട് ഇതാ പാസ് ചെയ്തത്. ഓക്കെ ഫൈൻ. അല്ല, വേറൊരു എററാണല്ലോ കാണിക്കുന്നത്. ടൈപ്പ് എറർ ആണല്ലോ. കുറച്ച് മുകളിലേക്ക് വെക്കതാ. എൻ്റർ താഴെ തന്നെ താഴേക്ക് വേണം. എൻ്റർ _news_for സെർച്ചില് ബ്രാക്കറ്റ്സില് ഇപ്പൊ പാരാമീറ്ററൈസ് ചെയ്തിട്ടില്ലേ? ഓ, അതിലായിരുന്നോ കൊടുക്കണ്ടേ? ഓക്കെ, ഞാൻ കൊടുത്തത് ഓക്കെ അവിടെയാണ്. കറക്റ്റാ. ബ്രൗസർ ഇൻസ്റ്റൻസ് എടുത്തേ, മുകളിലേക്ക് പോയിക്കേ. news_info കൊടുത്തില്ലേ? ഇനി ലൈൻ നമ്പർ 130 വന്നിട്ട് കൊടുത്തത് അത് കറക്റ്റാ. അത് കൊടുത്തത് കറക്റ്റാ. ഓക്കെ ടെസ്റ്റ് ന്യൂസ് എടുക്കും. അതില് അതാ ലൈൻ നമ്പർ 130. അവിടെ ഒരു യെല്ലോ കളർ കാണുന്നില്ലേ? അവിടെ news_info പാസ് ചെയ്യൂ. ഇനി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ. അസേർഷൻ അടിക്കും അതിന് കേട്ടോ. അപ്പോ ബെറ്റർ എങ്ങനെയാണെന്ന് വെച്ചാല് അതില് അവൈലബിൾ ആയിട്ടുള്ള ന്യൂസ് ഇല്ലേടാ. പക്ഷെ ഇതായാലും നിരഞ്ജന നമ്മളത് സെർച്ച് ചെയ്യാ ആദ്യം ഓൾറെഡി എൻ്റർ ചെയ്ത ന്യൂസ് അല്ലേ ഇവിടെ സെർച്ച് ചെയ്യല്. ഇവിടെ ഇപ്പൊ നമ്മള് പാരാമീറ്റർ ചെയ്തപ്പോ റാൻഡം അല്ലേ കൊടുത്തേക്കുന്നേ? മനസ്സിലായോ? ഇപ്പൊ റാൻഡം ന്യൂസ് അല്ലേ 3 കൊടുത്തത്. ആ ന്യൂസ് അതിൽ പ്രസന്റ് അല്ല. എന്ത് ചെയ്യും? അപ്പൊ ഇതില് ഫസ്റ്റ് കാണുന്ന സ്പോർട്സ്, കറന്റ്, ന്യൂ 3 വാല്യൂസ് ഇല്ലേ? ആ വാല്യൂസ് ഇവിടെ കൊടുത്താ മതി. ഓക്കെ. ഒന്ന് മാറ്റി എഴുതാം കേട്ടോ. കാരണം മൾട്ടിപ്പിൾ വാല്യൂസ് വരുമ്പോ നമ്മൾക്ക് അതിന്റെ ടെക്സ്റ്റ് വാല്യൂ വെച്ച് എഴുതാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് നമ്മൾ ടെസ്റ്റ് ഡാറ്റ ആയിട്ട് കൊടുക്കുമ്പോ സിംഗിൾ ഡാറ്റ വെച്ച് റിലേ ചെയ്യുന്ന പോലെ എഴുതാൻ പറ്റൂല നമുക്ക്. അവിടെ വേണമെങ്കിൽ ജസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് ആ ടേബിൾ ഐഡന്റിഫൈ ചെയ്യുന്നവരെ എഴുതാം. ആൻഡ് ടേബിളിന്റെ എക്സ്പാത്ത് ഏരിയയിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വൽ റിസൾട്ടിന്റെ അത് കറക്റ്റ് ചെയ്യാനുണ്ട്. ഹലോ മാം. മാം, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു, അതാ ഞാൻ ലീവ് ചെയ്തത്. കുഴപ്പമില്ലടാ, ഞാൻ ഓരോരുത്തർ ടെസ്റ്റ് കേസസ് കറക്റ്റ് ചെയ്യുമായിരുന്നടാ. ഞാനിതൊന്നും ചെയ്തില്ല. നാളെ റെക്കോർഡിംഗ് കണ്ടിട്ട് ചെയ്താൽ മതിയോ? മതി. എനിക്ക് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യും. എന്നാല് നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്ന് പറയുന്ന കറക്ഷൻസും ബാക്കി ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ടാസ്കുകളെല്ലാം ചെയ്ത ശേഷം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ റെപ്പോസിറ്ററി ഒന്ന് ഷെയർ ചെയ്യോ? നമ്മൾ പൈത്തണിൽ പഠിച്ചില്ലായിരുന്നോ ഗിറ്റിലേക്ക് കോഡ് പുഷ് ചെയ്യുന്നേ? ഒരു പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ആ റെപ്പോ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? മൺഡേ ബിഫോർ ദ സെഷൻ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരും. അപ്പൊ എനിക്ക് ഈസി ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് കറക്ഷൻസ് തരാനായിട്ട്. എനിക്ക് റെപ്പോ ഇഷ്യൂ ഉണ്ട്, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഗിറ്റിലേക്ക് പുഷ് ആവുന്നതിന് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതെ. ബാക്കിയുള്ളവർ ഷെയർ ചെയ്യൂ. കൃഷ്ണകുമാർ ഞാൻ സെഷനിൽ തന്നെ മാക്സിമം നോക്കാം, എന്നിട്ട് ലാസ്റ്റ് നോക്കാം നമുക്ക് കേട്ടോ. യേശുന്ന് കൃഷ്ണകുമാറിന്റെ ഞാൻ ലാസ്റ്റ് നോക്കാം. ബാക്കിയുള്ളവരുടെ ചെയ്തു തരണം എനിക്കൊന്ന്.
ബാക്കിയുള്ളവർ എങ്കിലേക്ക് പുഷ് ചെയ്ത് തന്നാ മതിയേ. എങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അലീനയുടെ മിസ്റ്റേക്ക് ഉണ്ട്. ഈ അസേർഷൻസ് കൺസിഡർ ചെയ്യേണ്ട കൃഷ്ണകുമാർ. അതിൽ ചെയ്ത റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒന്ന് കോഡ് റീറൈറ്റ് ചെയ്ത് വരണേ കൃഷ്ണകുമാർ. അലീനയുടെ കോഡ് ഷെയർ ചെയ്യാം. അലീനയുടെ കോഡിൽ നിന്ന് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് മാത്രം കൺസിഡർ ചെയ്യുക. അസേർഷൻസ് തൽക്കാലം കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ബൈ യുവർ സെൽഫ് അതിൻ്റെ അസേർഷൻ എഴുതാൻ നോക്കുക. ഓക്കെ. ഓക്കെ. അപ്പോൾ അലീന ഒരു ഹെൽപ്പ് ചെയ്യോടാ. നിന്റെ ഈ കോഡ് ഉണ്ടല്ലോ, ഈ കോഡ് ഗിറ്റിലേക്ക് പുഷ് ചെയ്തിട്ട് ആ റെപ്പോസിറ്ററി, പബ്ലിക് റെപ്പോസിറ്ററി ആയിരിക്കുമല്ലോ, അപ്പൊ പബ്ലിക് റെപ്പോസിറ്ററിനെ ഒന്ന് കൃഷ്ണകുമാറിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കേടാ. കൃഷ്ണകുമാറിന്റെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡി അല്ലെങ്കിൽ വാട്സാപ്പ് എങ്ങനെയായാലും നിങ്ങൾ അയച്ചോളൂ കേട്ടോ. ഓക്കെ. നിങ്ങളുടെ ടെസ്റ്റ് ഇതിലിപ്പോ ഈ അസേർഷൻ കൊണ്ടുള്ള എറർ മാത്രാണോ ഇവിടെ കാണിക്കുന്നത്? പറയടാ. ഇതിലിപ്പോ ഉള്ള എറർ അസേർഷൻ കൊണ്ട് മാത്രമുള്ളതാണോ? അസേർഷൻ കൊണ്ടുള്ള എററാടാ അത്. ഇവിടെ എന്താ ഇഷ്യൂ എന്നൊന്ന് പറയാമോ? പറയാം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലൈൻ നമ്പർ 136 എക്സ്പാത്ത് വർക്ക് ചെയ്യത്തില്ല. ആദ്യത്തെ കേസ്. ഓക്കെ. കാരണം എന്താ എന്ന് പറഞ്ഞെന്താ കാരണം? എക്സ്പാത്ത് വർക്ക് ചെയ്തതിന്റെ കാര്യം എന്തായിരിക്കും? അതെന്താ? എടാ എക്സ്പാത്ത് ഞാൻ ആദ്യം റൺ ചെയ്തപ്പോ ഇത് വർക്ക് ചെയ്തു. ഓക്കെ. //table/ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തത് വർക്ക് ചെയ്തല്ലേ? ഓക്കെ. അത് ആബ്സല്യൂട്ട് എക്സ്പാത്ത് ആയി കൺസിഡർ ചെയ്തു. ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. ഓക്കെ. ഇത് ആബ്സല്യൂട്ട് എക്സ്പാത്ത് ആണ് എഴുതിയിരിക്കുന്നത്. ആബ്സല്യൂട്ട് എക്സ്പാത്ത് നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. നമ്മൾ റിലേറ്റീവ് എക്സ്പാത്തിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? //tag name ഓഫ് @സ്ക്വയർ ബ്രാക്കറ്റ്സ് ഒക്കെ വരുന്നില്ലായിരുന്നു നമുക്ക്? പക്ഷെ ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കുമ്പോ നമ്മള് ഇത് തന്നെയല്ലേ കാണിച്ചതെന്ന്? അതെ, കാണിച്ച സെയിം ആടാ. പക്ഷെ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ആബ്സല്യൂട്ട് എക്സ്പാത്താ. ഓക്കെ. ആബ്സല്യൂട്ട് എക്സ്പാത്ത് നമ്മൾ പ്രൊജക്ട്സിൽ കൂടുതൽ പ്രിഫർ ചെയ്യത്തില്ല. ഓക്കെ. മനസ്സിലായടാ? അതുകൊണ്ടാണ് പറഞ്ഞ മാറ്റി എഴുതാൻ കേട്ടോ. ഇവിടെ അത് ഫെയിൽ ആവാൻ കാരണം ഞാൻ പറഞ്ഞുതരാമേ. ഇവിടെ നമ്മളിപ്പോ പാരാമീറ്ററൈസ് ചെയ്തു അല്ലേ? പാരാമീറ്ററൈസ് ചെയ്തപ്പോ 3 തവണ നമ്മുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയി. 3 തവണയും 3 റിസൾട്ട് പ്രിന്റ് ആയി അല്ലേ? അതെ. 3 തവണയും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 റിസൾട്ട് ആണ് കിട്ടുക. അപ്പൊ ഇവിടെ എക്സ്പെക്ടഡ് റിസൾട്ട് ഈക്വൽസ് ഒരു സിംഗിൾ വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമ്മളിവിടെ ഈ അസേർഷൻ കൊടുത്തപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? എക്സ്പെക്ടഡ് റിസൾട്ട് ഈക്വൽസ് ഇന്ത്യ 1 T20 വേൾഡ് കപ്പ് എന്ന് കൊടുത്തു. പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് വേറെ ഡാറ്റ വെച്ചിട്ടല്ലേ? അതെ. ഇന്ത്യ 1 കിട്ടുവോ? ഇല്ല. അസേർഷൻ ഫെയിലിയർ ആയില്ലേ? ഓക്കെ. ഇതിപ്പോ ഞാൻ ഇതെല്ലാം കമന്റ് ചെയ്ത് റൺ ചെയ്താ വർക്കാവോ? വർക്കാവും. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. സ്റ്റിൽ എറർ ഉണ്ടോ നോക്കാം നമുക്ക്. അത് മാറ്റി എഴുതിയാ മതിയടാ. ആ ടെക്സ്റ്റ് അവിടെ ന്യൂസിന്റെ ടെക്സ്റ്റ് ഏതാക്കാതിലോ ഇതിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ എന്താ പറയാ, ബ്ലാങ്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഒഴിവാവും. ഇതിന് വേണമെങ്കിൽ URL വെച്ച് എഴുതിയാൽ മതി, പ്രശ്നമില്ല. URL എന്ന് വെച്ച് പറഞ്ഞ
നമ്മള് എന്താണ് അസേർഷൻ എഴുതുന്നത് യു ആ ആർ ഓക്കെ എഴുതാം. ഓക്കെ. ഓ വേണമെങ്കിൽ ഇത് അസേർഷൻ ഇതിൽ വെച്ച് തന്നെ എഴുതാം. URL അല്ലേ? അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ലെറ്റ്സ് ഇതിലിപ്പോ സെർച്ച് ബട്ടൺ പ്രസന്റ് ആണോ ചെക്ക് ചെയ്യാം, ഈസ് വിസിബിൾ എന്ന് ചെക്ക് ചെയ്യാം. വേറെ ഓക്കെ ഏതെങ്കിലും രീതിയിൽ അസേർഷൻസ് എഴുതാം. ഓക്കെ, ഓക്കെ ഓക്കെ അതെങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കി നോക്കണേടാ. ഓക്കെ ഓക്കെ നോക്കാം. അപ്പോ ഞാനിത് പിന്നെ ആം, പിന്നെ വേറൊരു കാര്യം, അസേർഷൻസിലാണെങ്കിലും ശരി നിങ്ങൾ ലൊക്കേറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ ലൊക്കേറ്റർ എഴുതേണ്ടത് പേജ് ക്ലാസ്സിലാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ബിക്കോസ് ടെസ്റ്റ് ക്ലാസ്സിൽ നോ ലൊക്കേറ്റേഴ്സ് ആർ പെർമിറ്റഡ്. മനസ്സിലായടാ? ഓക്കെ അത് ചെയ്തതിന്റെ ശേഷം ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് അടുത്ത ദിവസത്തേക്ക്, അതായത് മൺഡേയിലേക്ക് നമ്മുടെ എൻറ്റയർ ടെസ്റ്റ് കേസസ് വർക്കിംഗ് കണ്ടീഷനിലാക്കിയിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പ്ലഗിൻസ് എടുക്കാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് എടുക്കാനാണെങ്കിലും എനിക്കിത് കംപ്ലീറ്റ് ആയി കിട്ടണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ ടോപ്പിക്സ് ഫർദർ പോകത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോടാ ഞാൻ പറഞ്ഞ കാര്യം? മാം ഈ കോഡ് പുഷ് ചെയ്യുന്നാലും പറഞ്ഞില്ലേ ഗെറ്റിലോട്ട്? ആ അത് നമ്മൾ ടെർമിനലില് കമാൻഡ്സ് എഴുതി ടെർമിനലിലെ അങ്ങനെ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ആ കമാൻഡ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ആ കമാൻഡ്സ് ആണോടാ? മാം ഒന്ന് പറഞ്ഞല്ലോ ഒരു ഡോക്യുമെന്റ് എന്തോ ഷെയർ ചെയ്യാം, ഗിറ്റിന്റെ ഇമെയിലിൽ ഷെയർ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു? ഗിറ്റിന്റെ അല്ല, ഞാൻ ഗിറ്റിന്റെ മാത്രം അയച്ചു തരാടാ. ഞാൻ ഇപ്പൊ തന്നെ ചാറ്റിൽ ഇട്ടുതരാമേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ ഗിറ്റിന്റെ മാത്രമായിട്ട് ഞാൻ ചാറ്റിൽ തരാം. ഇൻസ്റ്റാൾ ഗിറ്റ് കൺസിഡർ ചെയ്യേണ്ട, ഗിറ്റ് ഇൻറ്റോട്ട് കൺസിഡർ ചെയ്താൽ മതിയേ. അത് പുതിയ റെപ്പോയിലേക്ക് വേണേടാ പുഷ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് റെപ്പോയിലേക്ക് പുഷ് ചെയ്യരുതേ. ഓക്കെ ഓക്കെ, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഇത് കറക്റ്റ് ചെയ്ത് വരിക കേട്ടോ കൃഷ്ണകുമാർ. അത് കോഡ് കറക്റ്റഡ് കോഡ് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ് കിട്ടിയതിന്റെ ശേഷം എല്ലാം കറക്റ്റ് ചെയ്യണം കേട്ടോ. പേജ് ഓക്കെ ഇപ്പൊ ഞാൻ ഓക്കെ ഓക്കെ, അത് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണേ. എവിടെ വെച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കൃഷ്ണകുമാർ എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. വാട്സാപ്പ് മെസ്സേജ് ചെയ്യണേടാ. ഓക്കെ ഓക്കെ ട്ടോ, ശരി. ഞാൻ എന്നാ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ താങ്ക് യു. താങ്ക് യു.